വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സർഫസ് കെമിസ്ട്രി എന്ന ടോപ്പിക്കിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് ആണ്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഫസ്റ്റ് വൺ അഡ്സോർപ്ഷൻ, സെക്കൻഡ് വൺ ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ, തേർഡ് വൺ അഡ്സോർപ്ഷൻ ഐസോതേം ആൻഡ് ഫൈനലി ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ. സോ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. വാട്ട് ഈസ് സർഫസ് കെമിസ്ട്രി? എന്താണ് സർഫസ് കെമിസ്ട്രി? Surface chemistry deals with the phenomena that occur at the interface or surface. അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ ഇൻ്റർഫേസിൽ എന്തെല്ലാം റിയാക്ഷൻസ് അല്ലെങ്കിൽ മെക്കാനിസംസ് ആണ് നടക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സർഫസ് കെമിസ്ട്രിയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വരുന്ന ടേമാണ് അഡ്സോർപ്ഷൻ. പണ്ട് മുതൽക്കേ നമ്മൾ അബ്സോർപ്ഷൻ കേട്ടിട്ടുണ്ടല്ലേ, പക്ഷേ ഇവിടെ ബി അല്ല ഡി ആണ് വരുന്നത്, അഡ്സോർപ്ഷൻ. സോ അഡ്സോർപ്ഷൻ മീൻസ് accumulation of molecular species at the surface rather than in bulk of solid or liquid. അതായത് ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ മോളിക്കുലാർ സ്പീഷീസ് വേറൊരു സബ്സ്റ്റൻസിൻ്റെ സർഫസിൽ ചെന്ന് പറ്റിപ്പിടിച്ചിരിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഈ അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു സർഫസ് ഫിനോമിനയാണ്, പക്ഷേ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു ബൾക്ക് ഫിനോമിനയാണ്. അവിടെ ഈ മോളിക്യൂൾസ് സബ്സ്റ്റൻസിൻ്റെ അകത്തോട്ട് എൻ്റർ ചെയ്യുകയും മെറ്റീരിയൽ ഫുൾ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയും ചെയ്യുന്നു. അതാണ് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ്. അഡ്സോർപ്ഷൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. പൗഡേർഡ് ചാർക്കോൾ അഡ്സോർബ്സ് ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, അമോണിയ, സൾഫർ ഡയോക്സൈഡ്. ഈ ഒരു ഫിഗർ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഒരു സബ്സ്റ്റൻസിൻ്റെ സർഫസിലാണ് മോളിക്കുലാർ സ്പീഷീസ് അഡ്സോർബ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈ അഡ്സോർപ്ഷനിൽ വരുന്ന കുറച്ച് ടേംസ് ആണ് അഡ്സോർബേറ്റ്, അഡ്സോർബൻ ആൻഡ് ഡിസോർപ്ഷൻ. അപ്പോൾ അഡ്സോർബേറ്റ് എന്ന് വെച്ചാൽ എന്താ? അഡ്സോർബേറ്റ് മീൻസ് മോളിക്കുലാർ സ്പീഷീസ് വിച്ച് കോൺസെൻട്രേറ്റ് ഓർ അക്യുമുലേറ്റ് അറ്റ് ദ സർഫസ്. അതായത് ഏത് മോളിക്കുലാർ സ്പീഷീസ് ആണോ സർഫസിൽ വന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യുന്നത്, ആ ഒരു മോളിക്കുലാർ സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്സോർബേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അഡ്സോർബൻറ്റ്? ഇത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതായത് മെറ്റീരിയൽ ഓൺ ദ സർഫസ് ഓഫ് വിച്ച് ദ അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ്. എവിടെയാണോ ഈ ഒരു മോളിക്കുലാർ സ്പീഷീസ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ആ ഒരു സർഫസിനെയാണ് അഡ്സോർബേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിസോർപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവിങ് ആൻ അഡ്സോർബ്ഡ് സബ്സ്റ്റൻസ് ഫ്രം എ സർഫസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് അഡ്സോർബ്ഡ്. അഡ്സോർബ്ഡ് സബ്സ്റ്റൻസിനെ സർഫസിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസോർപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാനായിട്ട് ഈ ഒരു ഫിഗർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പാർട്ടിക്കിൾസ് വന്ന് അഡ്സോർബ് ചെയ്യുന്ന ആ ഒരു സർഫസാണ് അഡ്സോർബൻറ്റ്. ആ പാർട്ടിക്കിൾസിനെയാണ് അഡ്സോർബേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾ പ്രോസസ് ഈസ് നോൺ ആസ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദാറ്റ് അബ്സോർപ്ഷൻ ഈസ് എ ബൾക്ക് ഫിനോമിന whereas adsorption is a surface phenomena. Now let's move on to the types of adsorption. Based on the nature of force existing between adsorbent and adsorbate, adsorption is classified into two: physisorption or physical adsorption, chemisorption or chemical adsorption. ഇനി ഫിസിസോപ്ഷനും കെമിസോപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഫിസിസോപ്ഷൻ arises due to weak van der Waals force, whereas chemisorption arises due to strong chemical bond formation. Physisorption is not at all specific, whereas chemisorption is highly specific. Physisorption is reversible in nature, എന്നാൽ chemisorptionോ it is irreversible in nature. Enthalpy of adsorption is low in the case of physisorption. Enthalpy of adsorption is high for chemisorption. Low temperature is favorable for physisorption to occur, whereas high temperature is favorable for chemisorption to take place. And for physisorption, no appreciable activation energy is needed. In chemisorption, high activation energy is needed. And ഇനി വരുന്ന പോയിൻ്റാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫിസിസോപ്ഷൻ ഇറ്റ് റിസൾട്ട്സ് ഇൻ മൾട്ടി മോളിക്കുലാർ ലെയർ, വേറസ് കെമിസോപ്ഷൻ റിസൾട്ട്സ് ഇൻ യൂണിമോളിക്കുലാർ ലെയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിസോപ്ഷനും കെമിസോപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നൗ മൂവിങ് ഓൺ ടു അഡ്സോർപ്ഷൻ ഐസോതേം. ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഏറ്റവും സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഫ്രെൻഡ്ലിസ്റ്റ് അഡ്സോർപ്ഷൻ ഐസോതേമാണ്. ഇറ്റ് ഈസ് ആൻ എംപറിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി ക്വാണ്ടിറ്റി ഓഫ് ഗ്യാസ് അഡ്സോർബ്ഡ് ബൈ യൂണിറ്റ് മാസ് ഓഫ് സോളിഡ് അഡ്സോർബൻ ആൻഡ് പ്രഷർ at a constant temperature, and it is given by the equation x by m is equal to
Kp⁻1/n. ഇതിൽ ഓരോ ടേമും എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഹിയർ x represents the mass of gas adsorbed, m is the mass of the adsorbent, p is the pressure, and k and n are constants which depend on the nature of adsorbent and the gas at a particular temperature. ഈ ഒരു ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Now, by taking the logarithm of this equation, we get log x/m is equal to log k plus 1/n log p. By plotting this equation, we get a straight line, then the isotherm is valid. നമുക്കിവിടെ കാണാമല്ലോ, നമ്മൾ ഇവിടെ ലോഗ് x/mനെ y ആക്സിസിലും ലോഗ് p x ആക്സിസിലും പ്ലോട്ട് ചെയ്തപ്പോഴേക്കും നമുക്കവിടെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1/n എന്നും ലോഗ് k ആണ് ഇൻ്റർസെപ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അപ്പോൾ ഐസോതേർം ഈസ് വാലിഡ്. ആൻഡ് രണ്ട് കണ്ടീഷൻസ് ഇവിടെ പറയുന്നുണ്ട്. വെൻ 1/n ഈസ് ഈക്വൽ ടു 0, ദെൻ x/m ഈസ് എ കോൺസ്റ്റൻറ്റ്. ഈ 1/n എപ്പോഴാണോ 0 ആവുന്നത് അപ്പോൾ x/m എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് കണ്ടീഷൻ ഈസ് വെൻ 1/n ഈസ് 1, ദെൻ x/m ഈസ് ഈക്വൽ ടു kp. ദാറ്റ് ഈസ് x/m ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു p. p മീൻസ് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രെഡ്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർമിൽ പറയാനുള്ളത്. മൂവിങ് ഓൺ ടു ദി ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ക്ലാസ്, ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ. അപ്പോൾ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് അഡ്സോർപ്ഷൻ ഉള്ളത്? ഒന്ന് ഗ്യാസ് മാസ്ക്, പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ഹൈ വേക്കം, റിമൂവൽ ഓഫ് കളറിംഗ് മാറ്റർ, സെപ്പറേഷൻ ഓഫ് ഇനേർട്ട് ഗ്യാസ് ആൻഡ് ഇൻ ഹെട്രോജീനിയസ് കറ്റാലിസിസ്. ഇത്രയല്ല, ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇനിയും ഉണ്ട്. ലിമിറ്റഡ് ആയിട്ട് ഞാൻ ഒരു 5 ഇവിടെ വച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് അഡ്സോർപ്ഷനിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ് സർഫസ് കെമിസ്ട്രി, എന്താണ് അഡ്സോർപ്ഷൻ, ടൈപ്സ് ഓഫ് അഡ്സോർപ്ഷൻ, നമ്മുടെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫ്രെഡ്ലിച്ച് അഡ്സോർപ്ഷൻ ഐസോതേർം, ആൻഡ് ഫൈനലി ആപ്ലിക്കേഷൻസ് ഓഫ് അഡ്സോർപ്ഷൻ. സോ ക്ലാസ്സസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.